നമ്മൾ കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. ഇതുണ്ട് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് KSRTC ആണ്. KSRTC മോഡിഫൈഡ് ആണ്, കുഴപ്പമില്ല. KSRTC മോഡിഫൈഡൊക്കെ എന്താണ് ധാരാളമായി. ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, തമ്പനെയിൽ ഇടാനാണ്. നല്ല നന്നായിട്ടുണ്ടാവുള്ളൂ. ഇനി എന്തായാലും നമുക്ക് KSRTC എടുത്ത് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ KSRTCൻ്റെ ഇൻറ്റീരിയർ എന്നൊക്കെ പറയണത്. ഞാൻ പിന്നെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്തിരി വയ്യായ്കയാണ്, അതുകൊണ്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റില്ലെന്ന്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഇപ്പോഴെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നല്ലോ, അതൊക്കെ ധാരാളം. ഗൈസ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പടച്ചു വിടുക, ഒന്നും നോക്കണ്ട. എനിക്ക് പിന്നെ ചുമയും ജലദോഷവും ഉണ്ട് ഗൈസ്, അതുകൊണ്ട് ഇത്തിരി സംസാരിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ചെയ്യണം ഗൈസ്. നമ്മുടെ വണ്ടിൻ്റെ ഹെൽത്ത് 79%. 50ൻ്റെ താഴെ പോയാൽ പിന്നെ വണ്ടിക്ക് ഒരു സ്പീഡും കിട്ടില്ല. അതാണ് ഗൈസ് ഇത്തിരി പ്രശ്നം. 50ൻ്റെ താഴെ പോയാൽ പിന്നെ പോയി. 74%. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ? എനിക്ക് ഈ ക്യാമറയിലിട്ട് ഓടിക്കണം. അത് വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ ഓടിക്കാം. ഗായ്സ്, ഇത് നമുക്ക് ഒന്നും നോക്കണ്ട, പടച്ചു വിടുക. എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. സൗണ്ട് മാറിയിട്ടുണ്ടോ നോക്കാം. എനിക്ക് അറിയില്ല എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ടോയെന്ന്. പിന്നെയാണ് ഗായ്സ്, നമ്മളങ്ങനെ എങ്ങനെയൊക്കെയോ KSRTC വളച്ചിട്ടുണ്ട്. അപ്പോൾ ചരിഞ്ഞിട്ട് വളച്ചതാണ്. ഇപ്പോൾ നന്നായി വളച്ചിട്ടുണ്ടെങ്കിൽ ആ KSRTC താഴെ വീണേനെ. താഴെ വീണാത്തത് നല്ലത്. അതിപ്പോൾ അതായത് നല്ല കാര്യം തന്നെയാണ്. ഗൈസ്, നമ്മുടെ KSRTCൻ്റെ ടോപ്പ് സ്പീഡ് മോഡിഫൈഡ് ആണ്, അതുകൊണ്ട് നല്ല സ്പീഡിൽ പോകുമെന്ന് വിചാരിക്കുന്നു. ഗൈസ്, അവിടെ KSRTC എത്രയിൽ പോകും? മാപ്പ് ലോഡിങ് ഗൈസ്, ഈ മാപ്പ് ലോഡിങ് ആയതുകൊണ്ട് എന്താണ് ഇച്ചിരി പാടാണ്. എന്താ പറയുക, നമ്മൾ മാപ്പ് ലോഡിങ് നല്ല സുഖത്തിൽ ഓടിക്കല്ലേ, അതിൻ്റെ ഇടയിൽ മാപ്പ് ലോഡിങ് ആയാൽ പിന്നെ നമ്മുടെ സുഖമൊക്കെ പോകും ഗൈസ്. അതാണ് ഇതാണല്ലേ. ഇത് KSRTC ലെയ്ലാൻഡ് മോഡലാണ്. ഈ സ്റ്റിയറിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും ലെയ്ലാൻഡ് ആണെന്ന്. ഇവിടെ എന്താണ് കുറച്ച് ചെറിയ റോഡായി വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഒന്നും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓടിക്കുക. വലുതായ റോഡ് ഇല്ല. റോഡിൻ്റെ കളർ മാറി ഗൈസ്, കണ്ട ഇപ്പം ഗ്രേ കളറായി. അപ്പോൾ തിരിച്ച് എന്താ പറയുക, ബ്ലാക്കും ഗ്രേയും മിക്സ് ആവില്ലേ, അതാണ് ഈ റോഡിൻ്റെ കളറ്. ഗൈസ്, നമുക്കിനി ഒന്നും നോക്കണ്ട, പടച്ചു വിടാം ഗൈസ്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വണ്ടിക്ക് അധികം സ്പീഡൊന്നും കിട്ടുന്നില്ല. ബെസ്റ്റ്, നമ്മൾ എവിടെ മേടിച്ചു ഗൈസ്. നമ്മൾ ഏതോ ഒരു പോസ്റ്റിൽ പോയി ഇടിച്ചാണ്. അതൊന്നും സാരില്ല ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോവാം ഗൈസ്. ഇത് കറക്റ്റ് വഴിയാണോ? മാപ്പ് അവിടെ അതാ കറക്റ്റ് വഴി തന്നെ ഗൈസ്. എനിക്കാണെങ്കിൽ ഈ ഗെയിമത്തെ കേരള മാപ്പിൻ്റെ മോഡ് കയറ്റണമെന്നുണ്ട്. അല്ല സോറി, കേരളേൻ്റെ ട്രാഫിക് മോഡില്ല, അത് കയറ്റണമെന്നുണ്ട്. അത് കയറ്റണമെന്നുണ്ട്, പക്ഷെ കയറ്റാൻ പറ്റില്ല ഗൈസ്. എനിക്ക് എങ്ങനെ കയറ്റുകയെന്ന് അറിയില്ല. അപ്പോൾ എങ്ങനെയാണോ കയറ്റുക, നോക്കാം. ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിയാലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ട്രക്കുകാരനെയൊക്കെ ഇടിച്ചിട്ട് പോവാം, ഒന്നും നോക്കണ്ട. നമ്മുടെ വണ്ടിൻ്റെ 65 അപ്പോഴേക്കും. എടാ, എനിക്കെന്താ ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്നും പോകാൻ പറ്റില്ലേ? പക്ഷേ ഗൈസ്, നാലും അതെന്ത് ചതിയായിരുന്നു. ഈ ഒരു മറ്റേ ഹെഡ്ലൈറ്റ് വെച്ച കാരണമാണ് നമുക്ക് പോകാൻ പറ്റാത്തത്.
അല്ലെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയോ പോയാൽ തന്നെ അല്ല ഈ വീഡിയോൻ്റെ ലെങ്ത് ഇത്തിരി കൂടുതലായിരിക്കും. ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവും. 10-9 മിനിറ്റോ അറിയില്ല. 10-9 മിനിറ്റ് ഉണ്ടാവും, അത് ഉറപ്പാണ്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, പടച്ചുകൂടാ, ഒന്നും നോക്കണ്ട. ഇതന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, തന്നെ പടച്ചുകൂടാത്തത്. അത് വളരെ കൺട്രോൾ പോകുമ്പോണ്ടാ. കൺട്രോൾ പോയാൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. അതുകൊണ്ട് വണ്ടിയുടെ ശതമാനം കുറയും. അതുകൊണ്ട് അത് വേണ്ട. എത്ര നേരം പടച്ചു പോയപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ സമയം സംഭവിക്കുന്നത്. ഇപ്പോൾ 57% ആയല്ലോ. നീ ഒരു 7% 8% കൂടി കുറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. നമ്മളങ്ങനെ ക്യാമറയൊക്കെ മാറ്റിയിട്ടാണ് ഓടിക്കുന്നത്. മുമ്പിൽ ഏതാ വണ്ടി പോണത്? ഹോണ്ടയാണോ? ഹോണ്ട ആയിരിക്കും ചിലപ്പോൾ. ഹോണ്ട തന്നെ, ഹോണ്ടയാണ്. പിന്നെ അവിടെ കുറേ ട്രക്കും ബസ്സൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട. നമ്മുടെ KSRTC ആണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും നോക്കണ്ട, പടച്ച് വിട്ടുക. ഗൈസ്, ഞാൻ ഇതന്നെ എത്ര തവണയായി പറയുന്നു. ഫസ്റ്റ് 1, 2, 3, 4, 5, 6. ഗൈസ്, ഇതന്നെ ഞാൻ 8ാമത്തെ തവണയായി പറയുന്നു. 8ാമത്തെ തവണ ആണെന്ന് ആർക്കറിയില്ല. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞാണ്. ചിലപ്പോൾ 8ാമത്തെ തവണ ആയിരിക്കും, അല്ലെങ്കിൽ ആയിട്ടുണ്ടാവില്ല. നമുക്ക് ഈ ക്യാമറ തന്നെ ഇട്ട് ഓടിക്കാം. ഈ ക്യാമറയാണ് എപ്പോഴും ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയിലിട്ട് ഓടിച്ച ഒരു പക്ക കേരളേൻ്റെ ഒരു ഇത് വരും. എന്താണ്, കേരള വൈബ് വരും. അതാണ് ഗൈസ്. ഞാൻ പിന്നെ എവിടെ കൊണ്ട് ഇടിച്ചല്ലോ. വണ്ടിയുടെ ശതമാനം കുറഞ്ഞിട്ടില്ല. നല്ല ഇടിയാണ് പോയിട്ട് ഇടിച്ചത്. എന്നിട്ട് 1% പോലും വണ്ടിയിൽ കുറഞ്ഞിട്ടില്ല. അതിപ്പോൾ അതായത് നല്ല കാര്യം തന്നെ. ഗൈസ്, നമുക്ക് ഒന്നും നോക്കണ്ട, പോവാ. ഗൈസ്, ഇവിടെ എന്തോ ഒരു ബസ് ഉണ്ട്. ഗൈസ്, എനിക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കേരളേൻ്റെ ട്രാഫിക് കയറ്റണമെന്നുണ്ട്. ഈ കേരളേൻ്റെ ട്രാഫിക് കയറ്റിയ എന്താണ്, ഒരു കേരള വൈബ് തന്നെ കിട്ടും. ഗൈസ്, എങ്ങനെയാണ് ആ കേരളേൻ്റെ ട്രാഫിക് മോഡ് കയറ്റാൻ നിങ്ങൾ കമൻറ്റ് ചെയ്തിടുക കേട്ടോ. ഇവിടെ ഇപ്പോൾ എനിക്ക് കേരളേൻ്റെ ട്രാഫിക് പോലും കയറ്റാൻ അറിയില്ല. പിന്നെ ഗൈസ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വണ്ടി സ്ലിപ്പാവുമോ? മഴ വന്നു. ഇവിടെ എന്താണ് ഈ ഗ്രൗണ്ട് പോലത്തെ സാധനമുണ്ട്. ഗൈസ്, ഞാൻ അറിയാണ്ട് പിന്നെ ഓടിച്ചു. ഗൈസ്, 59% ഇനി 2% കൂടി കുറഞ്ഞാൽ മതി. അപ്പോഴാണ് ഗൈസ്, ഈ മാപ്പ് ലോഡിങ്. ഗൈസ്, അങ്ങനെ മാപ്പൊക്കെ ലോഡിങ് ആയിട്ട് കഴിയുന്നുണ്ട്. ഗൈസ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടുന്ന് സ്പീഡിൽ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. കാരണം വണ്ടിയുടെ ശതമാനം നോക്ക്, ഇപ്പോൾ 91 പോലും എത്തുന്നില്ല. 90-ലാണ് ഇത് പോണേ. ഇപ്പം അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ആർക്കറിയാം. ഇവിടെ ഒരു ഇനോവ പോകണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ? നോക്കാം. നമുക്കിനി ഇവിടെ നിന്ന് പടച്ചു വിടാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് ഒരു വളവ് വരുന്നുണ്ട്. ഈ വളവ് വളവ് വരാണ്ടായാലും പടച്ചു വിടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിയുടെ ശതമാനം നോക്കുക നിങ്ങൾ, 51%. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു 5% ഉണ്ടാവും. അതെന്താണ്? അത് വേറെ നിങ്ങായിരിക്കും. അത് വണ്ടി റിപ്പയർ ആണ്, അത്ര നന്നായി. അയ്യോ ബെസ്റ്റ് ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ശതമാനം 50-ൻ്റെ താഴെ പോയി. ഇതുകൊണ്ടില്ല, ഇപ്പം 49% ഗൈസ്. അത് മാത്രമല്ല, നമ്മൾ ആ 2 വണ്ടിയിലും കറക്റ്റായി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അതായത് നല്ല കാര്യം. ഗൈസ്, 47%. 45 ഗൈസ്. എന്നാലും നമ്മൾ ശതമാനത്തിൽ വേൾഡ് റെക്കോർഡ് അടിച്ചിരിക്കുന്നു ഗൈസ്. വേൾഡ് റെക്കോർഡ് പറഞ്ഞാൽ നമ്മളായിരിക്കില്ല, അതിനെക്കാട്ട് താഴെയുള്ളവരുണ്ടാവും. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എവിടേക്കാണ് പോകണ്ടേ? എവിടേക്കല്ലേ? ഞാൻ മാപ്പ് നോക്കട്ടെ. അതെ, എവിടേക്ക് തന്നെയാണ് പോകേണ്ടത്? അറിയാണ്ടാവേണ്ടി അടിച്ചല്ലോ. 44% ഗൈസ്. ഇതുകൊണ്ടല്ലേ
44%. അടുത്ത് നമ്മൾ പോണ സ്ഥലം ഏതാണ്? സുമഡ അങ്ങനെ എന്തോ ആണ്. സൂംഡാങ് എന്തോ ആണ് ഗൈസ്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം, അതായിരിക്കും നല്ലത്. നമുക്ക് എന്തായാലും ആ സ്ഥലത്ത് എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ആ സ്ഥലത്ത് അവിടെ എത്താറായിട്ടുണ്ട്. കുറച്ചുകൂടി ഉള്ളൂ. 2000 years later. ഗൈസ് വണ്ടിൻ്റെ ശതമാനം പറയുന്നത് ഇതാണ്, 19%. ബെസ്റ്റ്. ഇനി അടുത്ത കളിയിൽ എത്ര ശതമാനം ബാക്കി ഉണ്ടാവുക പോലെ.